ഹേ ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് നമ്പർ 4 ഡേ വൺ എൻഡ് ചെയ്യുമ്പോൾ 264 4 എന്ന നിലയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. നിലവിൽ ക്രീസിലുള്ളത് ഷാർദുൽ താക്കൂറും അതോടൊപ്പം തന്നെ ജഡേജയുമാണ്. രണ്ടുപേരും കുഴപ്പമില്ലാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു 400 മുകളിലേക്ക് ഒരു ടോട്ടൽ എത്തിയിട്ടില്ല എങ്കിൽ ഇത്തിരി പാടായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മത്സരം വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. കാരണം അത്യാവശ്യം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ റൺസ് വരുന്ന ടൈപ്പ് ഒരു പിച്ചാണ്. നമ്മുടെ വിക്കറ്റ് ലോസ് നമുക്ക് നല്ല തിരിച്ചടിയായിട്ടുണ്ട്. 4 വിക്കറ്റ് പോയിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ഋഷഭ് പന്തിൻ്റെ ആ ഒരു ഇഞ്ചുറി എത്രത്തോളമാണ് വ്യാപ്തിയുള്ളതെന്ന് നമുക്കറിയത്തില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്, ഓപ്പണിംഗ് സൈഡിൽ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു ജയ്സ്വാളും കെ എൽ രാഹുലും കൊടുത്തിട്ട് നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്ത്യക്ക് കിട്ടിയത്. പക്ഷേ പിന്നീട് വന്ന അവരുടെ രണ്ടുപേരുടെയും വിക്കറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ സായി സൂസൻ നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഗില്ലിൻ്റെ വിക്കറ്റ് പോകുന്നു, ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോകുന്നു. അതിനുശേഷം വന്ന ഋഷഭ് പന്തിന് ഇഞ്ചുറി ആയിട്ട് മടങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ നിലവിൽ ക്രീസിലുള്ള ഷാർദുൽ താക്കൂറും അതോടൊപ്പം തന്നെ ജഡേജയാണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. ഓൾറെഡി നമ്മളിപ്പോൾ 2 മത്സരം തോറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് അതിനിർണായകം തന്നെയാണ്. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജഡേജ ഈ ഒരു സീരീസിൽ അത്യാവശ്യം നല്ല ഫോമിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറു സൈഡിൽ ജഡേജയ്ക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ടോട്ടലിലേക്ക് എത്തിക്കാൻ ഇന്ത്യയെ കൊണ്ട് സഹായിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദർ ഇനിയും ഇറങ്ങാനുണ്ട്. ഷാർദുൽ താക്കൂറിനെ ഓർഡർ മാറ്റി കയറ്റി വിട്ടതാണ്. എന്തായാലും ഈ ഒരു പാർട്ട്ണർഷിപ്പ് എത്രത്തോളം പോകുന്നു എന്നനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ആ ഒരു ഫസ്റ്റ് ഇന്നിങ്സിലെ ടോട്ടലിൻ്റെ ലെവൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും മസ്റ്റ് വിൻ ആയിട്ടൊരു മാച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ര ഹാർഡായിട്ടൊരു പിച്ചല്ല റൺസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മുടെ വിക്കറ്റുകൾ പോയിട്ടുള്ളത്. അത്യാവശ്യം ബോൾ ബാറ്റിലേക്ക് വരുന്ന ടൈപ്പ് പിച്ച് തന്നെയാണ്. നോക്കി നിന്ന് കഴിഞ്ഞാൽ റൺസ് വരാൻ സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. നമ്മുടെ ബോളിംഗ് സൈഡിലെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ചേഞ്ചുകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തുക. ബൈ ബൈ ഗൈസ്.